നിർണായക അറസ്റ്റിന് പിന്നാലെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം പുതിയ തലത്തിലേക്ക് അങ്ങനെ നീങ്ങുകയാണ്. സ്വർണ്ണമൊരുക്കിയ സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനി സിഇഒ ആയ പങ്കജ് ഭണ്ഡാരി, സ്വർണം വാങ്ങിയ ജ്വല്ലറി ഉടമ ഗോവർദ്ധനുമായിരുന്നു കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത്. ഏറ്റവും ഒടുവിലത്തെ അറസ്റ്റാണ്. 14 ദിവസത്തെ റിമാൻഡിലാണ് ഇപ്പോൾ പ്രതികളുള്ളത്. ഇവരെ ചോദ്യം ചെയ്യുക വഴി കൂടുതൽ തെളിവ് ശേഖരണത്തിന് ഒരുങ്ങുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം. ആർ അനന്തകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. അനന്തൻ, ഗുഡ് മോർണിംഗ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ നടന്ന അറസ്റ്റ് എന്ന് പറയുന്നത് 2 പ്രധാനപ്പെട്ട വ്യക്തികളുടെയാണ്. അപ്പോൾ കോടതി ഇന്നലെ കുറേ കാര്യങ്ങൾ വിമർശനമായിട്ട് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. SITക്ക് കാര്യങ്ങളൊക്കെ കൂടുതൽ കടുപ്പിക്കേണ്ടി വരും. ഒരു പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണോ? ഇനി ആരിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്? അതും വളരെ വേഗത്തിലായിരിക്കുക. കാരണം കഴിഞ്ഞ ദിവസം കോടതി തന്നെ 2 പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് അവരിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്നുള്ളത്. എങ്ങനെയായിരിക്കും ഇനി തുടർ നീക്കങ്ങൾ? പൂജ, ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് SITയുടെ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ചയായി SITയുടെ ഭാഗത്ത് നിന്ന് പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ ഹൈക്കോടതി തന്നെ വിമർശനം കഴിഞ്ഞ ദിവസം ഇന്നലെ ഉന്നയിച്ചിരിക്കുന്നത്. ഈ അന്വേഷണത്തെ സംബന്ധിച്ച് ചില സംശയങ്ങളൊക്കെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നലെ SIT നടത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റ് തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പങ്കജ് ഭണ്ഡാരി, സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമ പങ്കജ് ഭണ്ഡാരിയും ഒപ്പം തന്നെ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയുമാണ് അറസ്റ്റ് ചെയ്തത്. ഈ ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണവുമായി എങ്ങനെ ബന്ധപ്പെടുന്നുവെന്ന് ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധൻ്റെയൊക്കെ പേരുകൾ മാതൃഭൂമി ന്യൂസാണ് പുറത്തുവിട്ടത്. പക്ഷേ ഈ പങ്കജ് ഭണ്ഡാരി അടക്കം അറസ്റ്റിലാകുന്നത് ഇപ്പോൾ മതിയോ എന്നുള്ളതാണ് സംശയം നമുക്കും ഉള്ളത്. കാരണം പങ്കജ് ഭണ്ഡാരി ആദ്യം മുതലേ സംശയനിലുള്ള വ്യക്തിയായിരുന്നു. ഒപ്പം തന്നെ ഗോവർദ്ധൻ ഒരു സ്പോൺസറുടെ റോളിലായിരുന്നെങ്കിലും ഈ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഗോവർദ്ധൻ്റെ വീട്ടിൽ നിന്ന് അന്വേഷണ സംഘം സ്വർണം, ശബരിമലയിലെ സ്വർണം എന്ന് കരുതുന്ന സ്വർണ്ണക്കട്ടികൾ റിക്കവർ ചെയ്യുകയും ചെയ്തത്. ഏതായാലും ഇന്നലെ ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് ഈ 2 കുറ്റവും ചുമത്തിയാണ്. അതായത് ശബരിമല സ്വർണ്ണപ്പാളിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് സ്വർണം വേർതിരിച്ചു എന്നുള്ളതാണ് പങ്കജ് ഭണ്ഡാരിക്കെതിരെ ചുമത്തിയിരിക്കുന്ന അല്ലെങ്കിൽ പങ്കജ് ഭണ്ഡാരിയുടെ മേലുള്ള കുറ്റാരോപണം. മാത്രമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമില്ല അല്ലെങ്കിൽ ഈ സ്വർണം കൊള്ളയുമായി ബന്ധമില്ല എന്നാണ് ഗോവർദ്ധൻ നേരത്തെ പറഞ്ഞിരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്തുവിട്ടിരുന്ന സ്വർണം തനിക്ക് കൈമാറിയ സ്വർണം എന്നായിരുന്നു നേരത്തെ പറഞ്ഞത്. പക്ഷേ അതിനപ്പുറം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണം വാങ്ങാൻ വേണ്ടി കോടികൾ കൊടുത്തു എന്നുള്ളൊരു മൊഴിയാണ് ഇപ്പോൾ ഗോവർദ്ധൻ നൽകുന്നത്. അന്വേഷണ സംഘം കണ്ടെത്തിയതും അങ്ങനെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ ശബരിമല സന്നിധാനത്തെ സ്വർണമാണ് ഈ ഇടപാടുകൾക്ക് ഉപയോഗിച്ചത് അല്ലെങ്കിൽ തട്ടിയെടുത്തത് എന്ന് പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും കൃത്യമായ അറിവുണ്ടായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് SIT 2 പേരെയും അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇന്നലെ തിരുവനന്തപുരത്തേക്ക് SITയുടെ ഓഫീസിലേക്ക് ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുകയും അവർ ഇതുവരെയുള്ള തെളിവുകൾ വെച്ചുള്ള ചോദ്യം ചെയ്യലിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പിന്നീട് തുടർന്ന് അവരുടെ വാദം നിരത്താൻ കഴിയാതെ വരികയും ചെയ്ത ഘട്ടത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും വ്യക്തമായ പങ്കുണ്ട് എന്നാണ് SIT ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇനിയിപ്പോൾ നമുക്ക് അറിയാനുള്ളത് ഈ ഗോവർദ്ധൻ ഈ സ്വർണം ഉരുക്കിയെടുത്തതാണോ, അതല്ല ഈ സ്വർണ്ണപ്പാളികൾ അതേപോലെ ഇപ്പം ഈ ദ്വാരപാലക ശില്പങ്ങളിലെ കവചങ്ങളൊക്കെ അതേപോലെ എടുത്തതാണോ എന്നുള്ളതാണ് ഉയരുന്ന സംശയം. അത് സംബന്ധിച്ചാണ് ഇനി SIT വിശദീകരണം നൽകേണ്ടത്. കാരണം ഈ ഗോവർദ്ധൻ പോറ്റിയിൽ നിന്ന് പോറ്റിക്ക് കോടികൾ കൊടുത്താണ് ഈ സ്വർണം വാങ്ങിയതെന്ന് പറയുമ്പോൾ അന്നത്തെ സ്വർണ്ണവിലയ്ക്ക് ഏതാണ്ട് ഗ്രാമിന് 3000 രൂപയുള്ളൂ. അങ്ങനെ വരുമ്പോൾ 10-15 ലക്ഷം രൂപയെ അതിന് വില വരുന്നുള്ളൂ. അപ്പോൾ കോടികൾ എന്തിനാണ് കൊടുത്തത്? അത് ശബരിമല സന്നിധാനത്തെ സ്വർണ്ണമാണ്. അതിൻ്റെ ആ ഒരു മൂല്യം ഉദ്ദേശിച്ചുകൊണ്ടാണോ ഇത്രയും കോടികൾ കൊടുത്തത്? അതല്ല ഗോവർദ്ധൻ ഇത്രയും കോടികൾ കൊടുത്ത സ്വർണം വാങ്ങിക്കാനുള്ള ശേഷിയുണ്ടോ? അതിനപ്പുറം ഗോവർദ്ധന് മുകളിൽ മറ്റാരെങ്കിലുമാണോ ഗോവർദ്ധനെ മുന്നിൽ നിർത്തി സ്വർണം വാങ്ങിച്ചിരിക്കുന്നത്? ഈ കവചങ്ങൾ അതേപോലെ അല്ലെങ്കിൽ കട്ടളപ്പാളികൾ അതേപോലെ എടുത്തുകൊണ്ട് പോയതാണോ? അതോ പങ്കജ് ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷൻസിൽ ഒരുക്കി അതിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണം, നേരത്തെ റിക്കവർ ചെയ്തെടുത്ത സ്വർണ്ണമാണോ ഗോവർദ്ധനിൽ നിന്ന് കണ്ടെത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി വ്യക്തത വരുത്തേണ്ടത്. ഏതായാലും ഈ സ്വർണ്ണവുമായി ബന്ധപ്പെട്ട് ഒരു ശാസ്ത്രീയ പരിശോധന SIT നടത്തിയിരുന്നു. ആ ശാസ്ത്രീയ പരിശോധനയുടെ ഫലം കൂടി ലഭിച്ചെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അപ്പോൾ ആ ഫലം കൂടി ലഭിച്ച ശേഷമാണ് ഇത്തരം ഒരു പ്രധാനപ്പെട്ട അറസ്റ്റിലേക്ക് ഇപ്പോൾ SIT പോയിരിക്കുന്നത്.